പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട ഏജിലെ പാസ്റ്ററായിരിക്കുന്ന ചാൾസ് വെൻഡിക്ക് കുടുംബത്തിനും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവദാസിമാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. യേശുവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞാൻ ഇവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇടുപ്പിലാണ് ഒരിടത്തുമായിട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങനെ മാറിപ്പോകുന്നതായിട്ടൊരു തോന്നൽ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. പറഞ്ഞാട്ടോ, ഇതിനകത്ത് ദൈവശക്തിയുണ്ട്. ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് രോഗവുമായിട്ട് വന്നോ, ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിവിടെ ആരാധിച്ചപ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിരിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിച്ചു. അനേക വിഷയങ്ങൾ, താൻ ഒറ്റയ്ക്ക് അനേക വിഷയങ്ങൾ പേര് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത്രത്തോളം ഇങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു ഞാൻ കേട്ടിട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരേ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ദൈവദാസൻ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 7-ാം അധ്യായത്തിൽ ലൂക്കോസ് 7-ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അടുത്ത കൂടി. സ്വർഗത്തിൽ അധിവസിക്കുന്ന പിതാവാം ദൈവമേ, ഈ വായിച്ച വചനത്തെ വാഴ്ത്തണമേ, ആസ്വദിക്കണമേ, ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ, അധികാരത്തിൻ്റെ ശുശ്രൂഷണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. 3-4 കാര്യങ്ങൾ എടുത്തു പറയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്ക് ഈ അവസ്ഥയാണെങ്കിൽ ദൈവ അത്ഭുതങ്ങൾ ചെയ്യും. ഒന്നുകൂടെ വായിച്ച് ഒരേ വാക്യമാക്കിയായിട്ട്. ഒന്ന്, ഇന്ന് അനേകര് വെള്ളിയാഴ്ചയാണ്, അനേകര് ഭവനങ്ങളിലിരിക്കുമ്പോൾ, പല പേരും പറഞ്ഞ് ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്, ഈ ആലയത്തിൽ വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരവിടെ പോയി, യേശുവിൻ്റെ അടുക്കൽ പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുണ്ട്? യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇതിനകത്തുണ്ട്. വിശ്വാസമുണ്ട്. കരയുയർത്തി സൂചിച്ച്. അപ്പോൾ ഇതിനകത്ത് ആരുണ്ട്? യേശുവുണ്ട്. യേശുവുണ്ടെങ്കിൽ വിടുതലുണ്ട്. യേശുവുണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട്. യേശുവുണ്ടെങ്കിൽ ബന്ധനങ്ങളെ അഴിയും. അങ്ങനെയാണെങ്കിൽ ഈ വചനം എന്താണ്? എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ളതായി ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും പാപങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. ഇന്ന് പൽക്കാലം മജ്ജയ്ക്കകത്തുള്ള രോഗമായിക്കട്ടെ, നിങ്ങളുടെ അകത്തുള്ള ഏത് പ്രശ്നമായിക്കോട്ടെ, അതിന് വിടുവിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വചനം, ഈ വചനമാണ് സൗഖ്യമാക്കുന്നത്. പറഞ്ഞോട്ടോ, ദൈവത്തിൻ്റെ വചനമോ, വചനത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പൊ ജീവനുള്ള ചൈതന്യമുള്ള ഈ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറുടിക്കുമല്ല തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തകളെയും പാപങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മജ്ജയ്ക്കകത്തുള്ള രോഗമായിക്കട്ടെ, ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പം വചനം എന്താണ്? ദൈവമാണ്. ആദിയിൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 1:14 പറയുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ ദൈവത്തിന്റെ തേജസ് പിതാവിൽ നിന്ന് ഇറങ്ങി വന്നവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു.
അപ്പോൾ നോക്കേ, വചനം എന്ന് പറയുന്ന ജഡമായി തീർന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ വചനം എന്ന് പറയുന്ന ആരാണ്? യേശുവാണ്. ആ യേശുവിന്റെ ശക്തി ഇതിനകത്തുണ്ട്. സൗഖ്യമാക്കുവാൻ, വിടുവിപ്പാൻ, നിങ്ങളുടെ സകല ബന്ധനങ്ങൾ അഴിപ്പാൻ ആ യേശുവിന്റെ ശക്തി ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ എന്ത് ലഭിക്കണം? സൗഖ്യം ലഭിക്കണം. വചനം കേൾക്കുമ്പോൾ വിടുതൽ ലഭിക്കണം. പകൽക്കാലം വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരയിൽ നിന്ന് ഇവിടെ നീട്ടാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ എവിടെ പോകണം? നാം ദൈവത്തിൻ്റെ അടുക്കൽ പോകണം. എൻ്റെ സമയം പറഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, അവരെവിടെ പോയെന്നാ? യേശുവിൻ്റെ അടുക്കൽ പോയി. നാം എവിടെ പോകണം? ദൈവസന്നിധിയിലിരിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. അപ്പോൾ അവിടെ അവര് യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് അടുത്തെന്താണ് വായിച്ചേ?